സോ ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെഷൻ എ ആയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ എന്താണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് അല്ലേ? പേര് കേട്ടാൽ തന്നെ അറിയാം എന്താണ് കമ്പയർ ചെയ്യുക രണ്ടുപേരെ. ചെറുതിലോട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളല്ലേ, കമ്പയറിങ് അല്ലേ? അപ്പുറത്തവൻ ഇത്ര മാർക്ക് മേടിച്ച് ഇപ്പുറത്തവൻ ഇത്ര മാർക്ക് മേടിച്ച് ഞാൻ ഇത് ചെയ്തു. സോ കമ്പയറിങ് എന്ന വാക്ക് നിങ്ങൾക്ക് ഭയങ്കര ഫെമിലറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ പാടച്ചും കൂടെ എളുപ്പമായി. ഇതെന്താണെന്ന് അറിയാം ശരിക്കും ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ഒരു കമ്പനിയുടെ കഴിഞ്ഞ വർഷം ഇപ്പോൾ പറയത്തില്ലേ, കഴിഞ്ഞ വർഷം നിനക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇത്ര മാർക്കുണ്ട്, എന്നാൽ പ്ലസ് വണ്ണിൽ കയറി കുറഞ്ഞെന്ന് ചോദിക്കത്തില്ലേ? ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടാണ്ട് രഘു ഇല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ ചെക്കന് ഇത്ര മാർക്കുണ്ട്, നിനക്കെന്താ അതുകൊണ്ട് ഇല്ലാത്തത് എന്ന് ചോദിക്കത്തില്ലേ? അതേപോലെ ബിസിനസ്സിൽ അപ്പുറത്തെ ഏത് ആ സെയിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അപ്പുറത്തെ ഒരു കോമ്പറ്റീറ്റർ എന്തെങ്കിലും കൂടുതൽ കിട്ടി, അവൻ റവന്യൂ കൂടുതൽ കിട്ടി. അപ്പം നമ്മളെ നോക്കുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല ഇതെന്താ കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കത്തില്ല ഇതെന്താ കുറഞ്ഞു പോയെന്ന്. അതാണ് ഇത് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. പിന്നെ കഴിഞ്ഞ വർഷമായിട്ട് നോക്കാം, ഓവർ എ പീരീഡ് ഓഫ് ടൈം നോക്കാം, നമ്മുടെ ട്രെൻഡ് മനസ്സിലാവും നമുക്ക് തുടങ്ങിയ. അപ്പോൾ ഈ പിക്കിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന രീതി തന്നെ ഉണ്ടോ. നമ്മൾ പേഴ്സൻറ്റേജിൽ പേഴ്സൻറ്റേജ് എന്ത് അനലൈസ് ചെയ്തു ജസ്റ്റ് ഒരു ഇൻഫോർമാറ്റിക് ജസ്റ്റ് ഒരു ഇതിട്ടിരിക്കുന്ന കേട്ടോ. ഇത് ഡേറ്റയും കാര്യങ്ങളും റിലവൻ്റ് അല്ല, ജസ്റ്റ് ഒരു പിക്കാണ്. നമുക്ക് പ്രോഫിറ്റ് എത്ര മാർജിൻ കിട്ടി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയാം. ഒരേ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാരെ കമ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു, നമുക്കെന്നാൽ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞാൽ മതിയോ ഇപ്പം തന്നെ പറഞ്ഞിട്ട് പോകണോ? ഓക്കെ, നമുക്കെന്നാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പറയാം, അതായിരിക്കും നല്ലത്. അവിടെ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ കാണിച്ചു തരാം. ഇനി കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. വെൻ കമ്പയറിംഗ് കമ്പനീസ്, എ ഹയർ നെറ്റ് ഇൻകം ഡസ് നോട്ട് ഓൾവേസ് ഇൻഡിക്കേറ്റ് എ ബെറ്റർ പെർഫോമൻസ്. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു സൈസ്. ഓക്കെ, ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇമാജിൻ ചെയ്യ്, ഈ ഒരു കേസിൽ ഞാൻ വലിയൊരു കമ്പനിയാണ്. ഓക്കെ, എനിക്കൊരു എന്താണ് പറയണ, ഇപ്പം 100 കോടി എനിക്ക് ടേൺ ഓവർ സെയിൽസും കിട്ടി. എൻ്റെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എനിക്കൊരു 10 കോടിയാണ്. 10 കോടി. അതേസമയം വേറൊരു കമ്പനിയുണ്ട്, ഇത് എന്ന് പറഞ്ഞ കമ്പനി എടുത്തു. അതേസമയം വേറൊരു കമ്പനിയുണ്ട്, ആ കമ്പനിക്ക് കൂടെ കിട്ടിയത് 1 കോടിയാണ്. പക്ഷേ 1 കോടിയല്ലേ, നമുക്കൊരു സ്റ്റൈലൊക്കെ അവർക്ക് കൂടെ കിട്ടിയത് 10 കോടിയാണെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്. ഓക്കെ, സോ ബി എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്, അവർക്ക് കിട്ടിയത് 10 കോടി രൂപയാണ് റവന്യൂ കിട്ടിയത് അല്ലേ? റവന്യൂ കിട്ടിയത് അവരുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മളിത് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് കിട്ടിയ ബി എന്ന് പറഞ്ഞ കമ്പനിക്ക് നെറ്റ് ഇൻകം ആയിട്ട് ഒരു 5 കോടി കിട്ടി ഇല്ലേ? 5 കോടി കിട്ടി നെറ്റ് ഇൻകം ആയിട്ട്. അപ്പം ഓബിയസ്ലി ഒരു ഫിനാൻഷ്യൽ നോളേജും കാര്യങ്ങളും ഇല്ലാത്തൊരു ലേമാൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്ത് പറയും, ഈ ഒരു ഫിനാൻഷ്യൽ നോളജ് ഇല്ലാത്ത ആരും ആയിക്കോട്ടെ, അവർ പറയുന്നത് എന്താ, എന്ന് പറഞ്ഞ കമ്പനിയല്ല നല്ലതായിട്ട് പെർഫോം ചെയ്ത്. ഇപ്പം നിങ്ങളാളും പറയും എത്രയാ, എനിക്ക് 10 കോടി കിട്ടി, മറ്റേ ചെങ്ങായിക്ക് എത്ര 5 കോടിയേ ഉള്ളൂ, ഞാൻ പോയി ഈ 10 കോടി കിട്ടുന്ന കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കത്തില്ലേ? പക്ഷെ ആലോചിച്ച് നോക്ക്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കമ്പയർ കഴിഞ്ഞാൽ എക്ക് 10ഉം അവന് 5ഉം കിട്ടി. ഇവന് 10 കിട്ടിയത് എപ്പോഴാണ്? ഇവന് 100 കോടി രൂപ വരുമാനം ഉണ്ടായപ്പോഴാണ്. മറ്റേ ആൾക്ക് എത്ര 10 കോടി, മറ്റേ ബി എന്ന് പറഞ്ഞ പാർട്ടിക്ക് 10 കോടി ആയപ്പോൾ തന്നെ അവന് 5 കോടി രൂപയുടെ നെറ്റ് ഇൻകം കിട്ടി. അപ്പം നമുക്കിത് റേഷ്യോ നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസും കാര്യങ്ങളും പഠിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവന് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 10. എൻ്റെ കേസാണ് ആദ്യം എടുക്കുന്നത്. നമുക്ക് എൻ്റെ കേസ് എടുക്കാം. എൻ്റെ കേസിൽ എക്ക് എത്രയാണ്? 10 കോടി രൂപ കിട്ടി. എത്ര ഇട്ടപ്പോൾ, എത്ര റവന്യൂ ഉണ്ടാക്കിയപ്പോൾ? 100 കോടി. അപ്പോൾ ഇവൻ്റെ ഇത് 1/10 അഥവാ എത്ര പറയാം, 10% അല്ലേ? സെയിൽസിൻ്റെ 10% അവന് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ലേ? ഇനി ബീൻ്റെ കേസ് എടുത്തേ. ബീന് 5 കോടി രൂപ കിട്ടി. എത്ര? 10 കോടി രൂപ റവന്യൂ കിട്ടി, അപ്പം 5 കോടി രൂപ കിട്ടി. അപ്പോൾ എത്രയായി? 1/2
അഥവാ 50%. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആരാ ഇപ്പോൾ ശതമാനത്തിൽ കൂടുതൽ? പെർഫോമൻസ് ആരുടെയാണ് കൂടുതൽ? മനസ്സിലായോ? നമുക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി 100 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കിയ, എന്നാൽ 100 കോടി പ്രോഫിറ്റ് എന്നാൽ 100 കോടി റവന്യൂ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ 10 കോടിയിൽ 10 കോടി രൂപ കിട്ടത്തുള്ളൂ. അപ്പോൾ 1/10 10% കിട്ടത്തുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ 10% നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് ഉദ്ദേശിച്ചത്. അത് നമ്മൾ ബീൻ്റെ കേസിൽ എന്താ, 10 കോടി ഉണ്ടാക്കിയുള്ളൂ, പക്ഷെ അതിന് 50% നമുക്ക് റവന്യൂ. അപ്പോൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്? ഈ 10 കോടി ഈ ബി എന്ന് പറഞ്ഞ കമ്പനി പിന്നെയും ഗ്രോ ചെയ്യും. അപ്പോൾ അവരുടെ റവന്യൂ കൂടിക്കൊണ്ടിരിക്കുക, ചിലപ്പോൾ കുറഞ്ഞു വരും. മനസ്സിലായി? അപ്പം ഇങ്ങനെ വേണം കമ്പയർ ചെയ്യാൻ വേണ്ടി. അതാണ് കമ്പാരിറ്റീവ് എന്ന് പറയുന്നത്. ഒരേ ലെവലിൽ നിന്ന് കമ്പയർ ചെയ്യണം. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളിത് പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ എഴുതിയെടുത്തോ. ഇനി അടുത്തത്, comparative financial statement analysis addresses this by stating each item as a percentage of relevant base and not in numericals. നമ്മളിപ്പോൾ കണ്ടത് നമ്മളിപ്പോൾ ചെയ്ത് എങ്ങനെയാണ് കമ്പയർ ചെയ്ത് എങ്ങനെയാണ്? പെർസെൻറ്റേജ് വെച്ചല്ലേ, ആ റേഷ്യോസ് വെച്ചല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചു 10%, 50%. അങ്ങനെ നമ്മൾ ന്യൂമറിക്കൽ ബേസിലല്ല. ന്യൂമറിക്കൽ ബേസിലാണെങ്കിൽ മറ്റേ ക്വസ്റ്റ്യനിൽ എന്ത് പറയും? എ എന്ന് പറയുകയാണെങ്കിൽ എന്താ, 10 കോടി കിട്ടി, ബിക്ക് എത്ര കിട്ടി? 5 കോടി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇങ്ങനെ നോക്കി പറയാം, ഇവൻ 5 കോടി രൂപ നഷ്ടം, എ ആണ് നല്ലത്. അപ്പോൾ അങ്ങനെ നോക്കല് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി ഇത് നമ്മൾ നോക്കി, ഇറ്റ് ക്യാൻ ബി ഓക്കെ. ഇനി കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 തരത്തിലോട്ടാവുകയാണ്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്ന് പറയുന്ന രീതിയിൽ. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കും, വെർട്ടിക്കൽ അനാലിസിസ് ചെയ്യില്ലെങ്കിൽ ഹൊറിസോണ്ടൽ അനാലിസിസ് ചെയ്യാൻ പറഞ്ഞ് താഴെ കൊണ്ട് എഴുതി വെക്കും. നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഇച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുത്തു വെച്ചേക്കാം, എന്താണ് വെർട്ടിക്കൽ അനാലിസിസ് ഓർ കോമൺ സൈസ് അനാലിസിസ് എന്ന് പറയും. വെർട്ടിക്കൽ അനാലിസിസ് ഓർ കോമൺ സൈസ്, അതർ നെയിം എപ്പോഴും ഓർത്ത് വെച്ചോണേ. അപ്പോൾ ഈ ഒരു കേസിൽ ഇൻ എ വെർട്ടിക്കൽ അനാലിസിസ് ഈച്ച് ഐറ്റം ഇൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സ്റ്റേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സെയിൽസ്. ഇത് വെർട്ടിക്കൽ അനാലിസിസ് ഉപയോഗിക്കുമ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ. അതേപോലെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ നോക്കണ്ടേ. ഫോർ ബാലൻസ് ഷീറ്റ് ഈച്ച് ഐറ്റം ഈസ് സ്റ്റേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ അസറ്റ്. മനസ്സിലായോ? അന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സെയിൽസിൻ്റെ ശതമാനം വെച്ച് വേണം നമ്മുടെ എല്ലാം എത്ര പെർസെൻറ്റേജ് ഉണ്ടോ നോക്കാൻ, കമ്പയർ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ സെയിൽസിനെ 100 ആക്കി കണ്ടുകൊണ്ട് ആ കോസ്റ്റ് എത്ര വന്നു, നെറ്റ് പ്രോഫിറ്റ് എത്ര വന്നു, അതിൻ്റെ ഇടയ്ക്ക് എക്സ്പെൻസസ് ഒക്കെ എത്രയായിരുന്നു, അത് എത്ര ശതമാനമാണ് കാണും. നമ്മളിപ്പോൾ ചെയ്ത് നോക്കും. ഇനി ബാലൻസ് ഷീറ്റിലും എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ അസറ്റിനെ ബേസ് ആക്കി വെക്കുക, ടോട്ടൽ അസറ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നം കഴിഞ്ഞു. ഓക്കെ. ഇതാണ് നമ്മളെ വെർട്ടിക്കൽ അനാലിസിസ്. ഓക്കെ. ഇതിൽ എൻ്റെ തിക്നെസ് ഒന്ന് കുറച്ചോട്ടെ, കുറഞ്ഞിരിക്കുക. ഓക്കെ. സോ വെർട്ടിക്കൽ അനാലിസിസിൽ ഈ ഒരു കേസിൽ നമ്മുടെ ആദ്യത്തെ ഐറ്റം കണ്ടോ, നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ അനാലിസിസിൽ ബാലൻസ് ഷീറ്റിന് എന്താ നോക്കുന്നത്? ടോട്ടൽ അസറ്റാണ്. അപ്പോൾ ടോട്ടൽ അസറ്റ് എത്ര വന്നു? ഇവിടെ കിടക്കുന്നുണ്ടോ? എന്താണ്? $320,000 അല്ലേ? $320,000, 3,20,000. അപ്പം ഇനി അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുക. നമുക്ക് എത്ര അസറ്റ് ഉണ്ടോയെന്ന് നോക്കണം. നമ്മുടെ ടോട്ടൽ അസറ്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇതിൽ നമുക്ക് എത്ര അസറ്റായിട്ട് ക്യാഷ് ആയിട്ട് എത്ര ഉണ്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10,000 അല്ലേ? ചെയ്ത് നോക്കിയേ നിങ്ങൾ, ഞാൻ പറയുന്നത് ചെയ്ത് നോക്കിയേ. 10,000 ഡിവൈഡഡ് ബൈ എത്ര ചെയ്തു? 320 ചെയ്ത് നോക്കിയേ, എത്ര കിട്ടി? നമുക്ക് കിട്ടിയതാണ് ഇൻറ്റു 100 അടിക്കണേ, പെർസെൻറ്റേജാ. അപ്പോൾ ഇൻറ്റു 100 അടിക്കണം. കിട്ടുന്ന എത്രയാ? 3.125. ഇത് റൗണ്ട് ചെയ്തെന്നേ ഉള്ളൂ. ഈ ഒരു പെർസെൻറ്റേജ് കിട്ടും അല്ലേ? അതേപോലെ ഈ അസറ്റിനെ ബേസ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അടുത്തത് MS എന്ന് വെച്ചാൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് കേട്ടോ. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇൻവെൻട്രി, നോൺ കറണ്ട് അസറ്റ്, PPE എന്ന് വെച്ചാൽ പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഇതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്ത്. അപ്പം ഇത് ഫുള്ളും കൂടെ കൂട്ടുമ്പോൾ 100% കിട്ടും. ഇപ്പം ഇതിൻ്റെ പെർസെൻറ്റേജ് ചെയ്യുന്നത് എന്താണെന്നറിയോ? നമുക്ക് വേറൊരു കമ്പനിയായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, എമൗണ്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ കൂടെ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇതാണ് വെർട്ടിക്കൽ. എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നമ്മൾ ടോട്ടൽ അസറ്റിനെ ബേസ് ചെയ്യും.
അപ്പോൾ താഴോട്ട് വരുമ്പോൾ അത് തന്നെയാണ്. താഴോട്ട് വരുമ്പോൾ നമ്മൾ ടോട്ടൽ അസറ്റ് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ സംശയം തോന്നും അസറ്റ് മാത്രമാണോ? അങ്ങനെയല്ല. ഇപ്പം കുഴപ്പമില്ല, ടോട്ടൽ അസറ്റും താഴെ പോയി മറ്റേ ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി എടുത്താലും, കാരണം അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി അല്ലേ, രണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ചെന്നാൽ ആലോചിച്ച് നോക്കിയേ, ചെയ്ത് നോക്കിയേ, 40,000 ഡിവൈഡ് ബൈ 320,000 എടുത്ത് നോക്കിയേ, എന്താ 12 പോയിൻറ്റ് ഇൻറ്റു 100 അടിക്കണം നമ്മൾക്കല്ലേ, 12.5 അല്ലേ. അപ്പോൾ ഈ പെർസെൻറ്റേജ് കിട്ടി. അതേപോലെ നമുക്ക് 70 ഡിവൈഡ് ബൈ 720 പയ്യെ ചെയ്ത് നോക്കി, ഇത് ഓരോന്നോരോന്നായി ചെയ്ത് നോക്കുക. അപ്പോൾ ഇക്വിറ്റിയും കിടപ്പുണ്ട്, ഇക്വിറ്റി എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം ഉണ്ടോ ഇക്വിറ്റി. ഇപ്പം എന്ത് ചെയ്തു, ഈ ഒരു കേസിൽ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇ പ്ലസ് എൽ എത്രയാ, 120 ഡിവൈഡ് ബൈ 230. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നോക്കിയാൽ മതി. 230 പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ എത്രയാണ്, 320 അല്ലേ. അതെ 320. അപ്പം മനസ്സിലായോ, അസറ്റും സെയിം ആണ്, ഇക്വിറ്റിയും ലയബിലിറ്റിയും സെയിം ആണ്. ഇങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് ഇരിക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഇതിൻ്റെ പേഴ്സൻറ്റേജ് കാണുന്നതിനാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അസറ്റിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ബേസ് വെച്ചിരിക്കുന്നത് അസറ്റിനെ ബേസ് ആക്കി വെച്ചിരിക്കുക. വേർട്ടിക്കൽ, ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ എന്താണെന്നറിയോ, വേർട്ടിക്കൽ ഈ ഒരു വേർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ഇത് എച്ചിൻ്റെ എച്ചില്ലേ, അങ്ങനെ ആലോചിച്ചാൽ എച്ചിൻ്റെ നടുക്ക് പോകുമ്പോൾ ഇത് വരയില്ലേ, അത് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ നമുക്ക് പഠിക്കാം, വേർട്ടിക്കൽ ഇതാണെന്ന് പഠിച്ചാൽ മതി, വേർട്ടിക്കൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അസറ്റിനെ മേളിൽ വെച്ചിട്ട് അതിൻ്റെ ബാക്കി എല്ലാം നമ്മൾ എടുക്കുന്നത് എന്താ, പ്രൊപ്പോർഷനേറ്റ് ആണ്. അസറ്റിനെ ബേസ് ആക്കി വെച്ചിട്ട് മേളിൽ ഓരോന്ന് വെച്ച് പേഴ്സൻറ്റേജ് കണ്ടെത്തും. അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് കറണ്ട്, ഇത് ഇൻവെൻട്രി, എത്രയാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, എത്രയാണ് കറണ്ട് ലയബിലിറ്റി, അസറ്റിൻ്റെ എത്ര ശതമാനമാണ് നോൺ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഇത് കാണുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു ബാങ്കിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ നോക്കും, ഇത് അവർക്ക് മനസ്സിലാവും, നോക്കി ഉടനെ മനസ്സിലാവും, ഓ ഇത്ര അവന് അസറ്റിനേക്കാളും കൂടുതൽ ലയബിലിറ്റി ഉണ്ടല്ലോ, ഇത് ഇവന് ലോൺ കൊടുത്താൽ ശരിയാകത്തില്ലല്ലോ എന്നൊക്കെ പറയും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കുറേ പെർസെൻറ്റേജ് ഒക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിനാണ് വെർട്ടിക്കൽ ഓർ കോമൺ സൈസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾ എക്സാമ്പിൾ കാണിക്കാൻ അവിടെ വെച്ച് തന്നെ കാണിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഇവിടെ കാണിച്ച എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് ഓക്കെ, ഇവിടെ കാണിച്ച എക്സാമ്പിൾസും കാര്യങ്ങളും ഇങ്ങോട്ടൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു പേജ് ഇട്ടതാണ്. അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടോട്ടൽ അസറ്റ്സിനെ ഈ ഒരു വേർട്ടിക്കലിൽ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതി തരാം നിങ്ങൾക്കൊരു ഇതാകാൻ വേണ്ടി. ഒന്നും കൂടെ വേണമെങ്കിൽ ഇത് എഴുതിയെടുത്തു. ഈ ഒരു കേസിൽ നമ്മൾ വേർട്ടിക്കലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, വേർട്ടിക്കൽ അനാലിസിസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇപ്പം എന്താ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ബേസ് എന്തായിരിക്കണം, ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100 പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയാണേ. അപ്പം ഇവിടെ എന്ത് കൊള്ളുക, ഇവിടെ എന്ത് ആ ഫാക്ടർ എന്താണോ, ഇത് എന്താണ്, കോസ്റ്റ് എത്രയാണ്, COGS എത്രയാണ്, ഇത് എത്രയാണ്, അത് ഇൻറ്റു പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ, BB. ഓക്കെ, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാലോ, ടോട്ടൽ അസറ്റ് ഇൻറ്റു 100, മേളിൽ എന്ത് വേണോ ആകാം. ഓക്കെ, സോ ഇതാണ് ബേസ് ആയിട്ട് പറയാനുള്ളത്. ബാലൻസ് ഷീറ്റും ടോട്ടൽ സെയിൽസും ഈ ഒരു ഇൻകം, ഇതെങ്ങനെയാണ് വെർട്ടിക്കൽ അനാലിസിസിൻ്റെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് ബേസിക്കലി ഇത്രയും പഠിച്ചിരുന്നാൽ മതി. നമുക്ക് കണ്ടേ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം ഇത് നമുക്ക് കണ്ടേ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, സോ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഓൾ ദ മിസ്സിംഗ് ഫിഗർ. ഇവിടെ വേണമെങ്കിൽ വേർട്ടിക്കൽ അനാലിസിസ് എന്ന് എഴുതാം, വേർട്ടിക്കൽ അനാലിസിസ്. ഓക്കെ, വേർട്ടിക്കൽ അനാലിസിസ്. അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞു ഇത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ആയിട്ട് എന്താ വെക്കുന്നത്, സെയിൽസ് ആണോ. അപ്പം സെയിൽസ് അല്ലേ. അപ്പോൾ ഇവിടെ 100 എങ്ങനെ വന്നെന്ന് മനസ്സിലായ ആൾക്കാർക്ക്, 20 ഡിവൈഡ് ബൈ 20 എത്രയാ, ഇൻറ്റു 100 അടിച്ച് എത്രയാ, 100. നമുക്ക് 20 സെയിൽസ് ഉണ്ട്, 20. മനസ്സിലായില്ലേ ആ ഒരു കാര്യം. ഇനി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ഓൾ മിസ്സിംഗ് ഫിഗേഴ്സ് ആൻഡ് ഡിസൈഡ് ഹൂ ഈസ് ദ ബെസ്റ്റ് പ്രോജക്റ്റ് ഇൻ ടേംസ് ഓഫ് ഹൂസ് ഈസ് ബെസ്റ്റ് പ്രോജക്റ്റ് ഇൻ ടേംസ് ഓഫ് നെറ്റ് ഇൻകം ആൻഡ് കോസ്റ്റ് ഓഫ്. അപ്പം നെറ്റ് ഇൻകം ഏറ്റവും കൂടുതൽ വയ്ക്കണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഏറ്റവും കുറഞ്ഞു വരയ്ക്കണം. അതല്ലേ ബെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കണ്ട നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നേരത്തെ കണ്ടെത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നല്ല ഏതാ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഏതാ, നമ്മുടെ ബി അല്ലേ, 55 ഉള്ളൂ, 55.5 ഉള്ളൂ, മറ്റേത് 60 ഉണ്ട്. അപ്പം ബി നമ്മളെടുത്തു, ബി ആണ് ഫസ്റ്റ് ഇട്ടത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് നെറ്റ് ഇൻകം കണ്ടത്. നെറ്റ് ഇൻകം കണ്ടത് താഴെ വരെ പോകണം. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയേ, ചെയ്ത് നോക്കി എത്രയാണെന്ന് പറഞ്ഞേ.
എന്നിട്ട് എന്നോട് പറയണം എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന്. കോസ്റ്റ് ഓഫ് ബെസ്റ്റ് പ്രോജക്റ്റ് എന്താണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇല്ലേ ഇപ്പോൾ ബ്ലാങ്ക് ആയിരിക്കുന്നത് അതൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ. അതൊക്കെ ഇരുന്നൊന്ന് ഫില്ല് ചെയ്ത് നോക്കിയേ. നമുക്ക് എന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്യണം നിങ്ങൾ കേട്ടോ. ഫില്ല് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് പോകുമ്പോൾ നെറ്റ് ഇൻകം 3.75 അല്ലേ, 75 ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ എത്രയാണ്, 200 അടിക്കുമ്പോൾ 18.75%. ഇനി മറ്റടുത്ത് പോകണമല്ലോ, 3.675 ഡിവൈഡ് ബൈ 27 ചെയ്യുമ്പോൾ എല്ലാം 0 അടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇവിടെ വരുന്നത് 23.61%. അപ്പോൾ ഇതിൽ നെറ്റ് പ്രോഫിറ്റ് വെച്ച് ഏറ്റവും കൂടുതൽ ഏതാ, ബി അല്ലേ. അപ്പം അതാലോചിച്ചാൽ മതി. നെറ്റ് പ്രോഫിറ്റും ഇതും വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയതാ ഡിവൈഡ് ബൈ 27, 12 ഡിവൈഡ് ബൈ 60, 20. ഓക്കെ, 12 ഡിവൈഡ് ബൈ 20. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഏറ്റവും കുറവും നെറ്റ് പ്രോഫിറ്റ് ഏറ്റവും കൂടുതലും നമുക്ക് കിട്ടിയത് ഏതിലാ, ബി തന്നെ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പ്രോജക്റ്റ് ഈസ് ബി അല്ലേ. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കുക. ഓക്കെ, സോ ഇനി അടുത്തത് വരുന്നതാണ്, നമ്മൾ വെർട്ടിക്കൽ പഠിച്ചു. ഇനി അതേപോലെ വരുന്നതാണ് ഹൊറിസോണ്ടൽ. ഇനി 3 പേരുണ്ട് കേട്ടോ. ഹൊറിസോണ്ടൽ, കോമൺ സൈസ് അനാലിസിസ്, ഇല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസ് എന്നും പറയും. എന്തുകൊണ്ട് ഇതിനെ ട്രെൻഡ്, മെയിനായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിരിക്കുന്ന ഹൊറിസോണ്ടലിനെ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയും. എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം യൂസ് ടു ഇവാലുവേറ്റ് ട്രെൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഓഫ് സെവറൽ ഇയേഴ്സ് ഫോർ എ സിംഗിൾ ബിസിനസ്. ഒരു ബിസിനസ്സിന് തന്നെ കുറേ വർഷമായി, ഇപ്പം ഒരു ബേസ് ഇയർ ഇപ്പം നമ്മൾ വെക്കുമെന്ന് വിചാരിച്ചു, നമ്മൾ ഒരു 2010 ഒരു ബേസ് വെക്കുക, നമ്മുടെ നല്ലൊരു പെർഫോമൻസാണ്, നടന്നൊരു വർഷമാണ്. അതിനെ ഒരു ബേസ് ഇയർ ആക്കിയിട്ട് അതിനെ വെച്ച് ബാക്കിയുള്ള ഇയർ കമ്പയർ ചെയ്യാം. വെച്ചാൽ 2021 ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിൽ ഫുൾ എടുക്കുക, അസറ്റ് ഇത്ര ഉണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഇത്രയും കുറവായിരുന്നു, ഇത്രയും കുറവാണെന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യും. അതിനാണ് അപ്പോൾ ബേസ് ഇയർ നമ്മൾ ആദ്യം കണ്ടെത്തണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് ഇയർ ഈസ് ടേക്കൺ ആസ് എ ബേസ് ഇയർ. ദ എമൗണ്ട് ഓഫ് ദ സബ്സിക്വൻറ്റ് ഇയർ ആർ റെപ്രസെൻറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ബേസ് ഇയർ. നേരത്തെ പറഞ്ഞ പോലെ ബേസ് ഇയർ എപ്പോഴും എത്രയാണ്, 100% ആയിരിക്കും. കാരണം ബേസ് ഇയർ വെച്ചാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് എപ്പോഴും താഴെ എന്താ വരുന്നത്, 100% അല്ലേ. അത്ര ഉള്ളൂ ഇത്. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഒരു മിനിറ്റ്, ഓക്കെ, നമുക്ക് കളർ മാറ്റാം. നമുക്ക് ഇതിനെ ബേസ് ആക്കി എടുക്കാം. ഓക്കെ, ഇതായിരിക്കും ബേസ് ഇയർ 2012 ബേസ് ഇയർ എന്ന് വിചാരിക്കാം. അപ്പോൾ അതെന്താ ബേസ് ഇയർ നമ്മൾ പറഞ്ഞ പോലെ എല്ലാം 100% ആയിരിക്കും ബേസ് ഇയറിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതെന്താ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലായി. ഇനി 2013 നമുക്ക് 22 മില്യൺ സെയിൽസ് ഉണ്ടായി. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ബേസ് ഇയറിൽ 20 ഉള്ളൂ. അപ്പോൾ 22 എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും കൂടി, 100-നേക്കാളും കൂടുതലാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് 22 ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ എത്ര കിട്ടി, 1.1, ഇല്ലെങ്കിൽ ഇൻറ്റു 100 അടിച്ചോ, അത് മനസ്സിലാകാൻ വേണ്ടി, പെർസെൻറ്റേജ് കാണാൻ വേണ്ടി. 110% ആണോ അല്ലയോ. അപ്പോൾ സെയിൽസ് 110. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നോക്കിയേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കൂടിയത് നോക്കിയേ, കണ്ടോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക്, അതെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ എത്രയാണ്, 12 മില്യൺ ആയിരുന്നു. 12 മില്യൺ ബേസ് ഇയറിൽ 12 മില്യൺ. അടുത്ത വർഷം എത്രയായി, 14 മില്യൺ ആയി. അപ്പോൾ കൂടിയില്ലേ, എന്തായാലും കൂടിയല്ലോ. അപ്പോൾ ഒന്ന് അടിച്ചു നോക്കിയേ, 14 ഡിവൈഡ് ബൈ 12 അടിച്ചു നോക്കിയേ. ബേസ് ഇയർ 12 അല്ലേ, അപ്പോൾ എത്ര കിട്ടി, 116.666. ഇത് റൗണ്ട് ഫിഗേഴ്സാണ് ഫുള്ളേ. അപ്പം പക്ഷേ GP വന്നപ്പോൾ എത്രയായി, ഗ്രോസ് പ്രോഫിറ്റ് വന്നപ്പോൾ പിന്നെ 8 മില്യൺ ആയി. അപ്പോൾ 8 മില്യൺ എത്ര, 100% ചേഞ്ച്, മാറ്റിയില്ല. ഓക്കെ, മനസ്സിലായോ. ഇനി ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. 2024 നമുക്ക് എത്രയായി, ഗ്രോസ് 15 മില്യൺ. അപ്പോൾ കണ്ടറിയാൻ കുറഞ്ഞു. നമുക്ക് നേരത്തെ ബേസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് 2013 ആയിട്ടല്ല, 2012 ബേസ് ഇയർ നമ്മൾ സെറ്റാണ്. ബേസ് ഇയർ ഒരിക്കലും മാറത്തില്ല, എന്നുവെച്ചാൽ ഓരോ വർഷം കൂടുമ്പോൾ അങ്ങോട്ട് കയറി പോകത്തില്ല. ബേസ് ഇയർ ഫിക്സഡ് ആയിരിക്കും, അത് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ഇനി കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 15 ഡിവൈഡ് ബൈ 20 അടിക്കുന്ന എത്ര, 75% അല്ലേ. അതേപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റ് ഒന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ ആ വർഷം നമുക്ക് കുറഞ്ഞു, 2014 കമ്പാരിറ്റീവ്ലി കുറഞ്ഞു എന്നാണ് പറയുന്നത്, ഗ്രോത്ത് ഇല്ല. അപ്പോൾ നമുക്ക് ബേസ് ഇയർ വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താ, നമ്മുടെ കമ്പനി ഗ്രോത്ത് കുറഞ്ഞു.
അപ്പോൾ ബേസ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബേസ് ഇയർ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അതായിരുന്നു ഇനി അതായിരുന്നു മറ്റേ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സും ബാലൻസ് ഷീറ്റൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സാധനമാണ് ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി തൊട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്ന റേഷ്യോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ബേസ് എന്ന് പറഞ്ഞിട്ട് വന്നു വെച്ചു. ഓക്കെ, സോ ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ്. Financial ratio analysis is the process of finding the relationship between two numbers in a financial statement. എന്നുവെച്ചാൽ രണ്ട് ഫിഗേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്നതിനാണ്, അല്ല രണ്ട് പീരീഡ് ഓഫ് ടൈമിലോ അല്ലെങ്കിൽ ഇപ്പോൾ സെയിൽസിൽ നിന്ന് കോസ്റ്റിൻ്റെ എത്ര റേഷ്യോ ആണോ, അല്ലേ നമ്മളിപ്പോൾ കണ്ടുപിടിക്കത്തില്ല. ഇപ്പം കറണ്ട് അസറ്റ് എത്ര, കറണ്ട് ലയബിലിറ്റിയുടെ എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി കറണ്ട് അസറ്റിന് എത്ര ശതമാനമാണ്, സെയിൽസ് ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസിൻ്റെ എത്ര ശതമാനമാണ്, ഇതിൻ്റെ റിലേഷൻഷിപ്പ് കാണത്തില്ലേ, അതിനാണ് ഈ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ടു സി, അപ്പം ആ റേഷ്യോ നമ്മൾ ഇൻറ്റു 100 അടിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആയി, അപ്പോൾ നമ്മൾ 100 അടിക്കുന്നില്ല. ഓക്കെ, സോ ടു സി ഇഫ് ദേ ഇൻഡിക്കേറ്റ് എനി പോസിറ്റീവ് ഓർ ഇത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ട്രെൻഡ്സ് ഡെവലപ്പിംഗ് വിത്തിൻ കമ്പനീസ്, നമ്മൾ ട്രെൻഡ് കാണാൻ വേണ്ടിയാണ്. ഇനി ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ് ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ് യൂസ് റേഷ്യോസ് ടു ഫൈൻഡ് ഫേംസ് ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി. നമ്മൾ റേഷ്യോസ് കാണുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് നമുക്ക് പൈസ തരുന്നവരുണ്ട്, ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ്, അവർ എന്താ പറയുന്നത് സപ്ലയേഴ്സ് ആയിരിക്കാം, നമുക്ക് ചെറിയ സ്ഥാപനങ്ങളായിരിക്കാം. അപ്പോൾ അവർ നമുക്ക് പെട്ടെന്ന് പൈസ തരുമ്പോൾ അവരുടെ വിചാരം എന്താ, നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നു ഈ കമ്പനിക്ക് തിരിച്ചടയ്ക്കാനുള്ള ഒരു കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ പാർട്ട് 1 പഠിച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് പീരീഡ് എന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് പഠിക്കും ക്രെഡിറ്റ് പീരീഡ്. ഇപ്പോൾ ഇതിൽ ബി എന്ന് പറഞ്ഞ സെക്ഷനിൽ പഠിക്കാനുണ്ട്, കുറേ കൂടെ ഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി ലോങ് ടേം ക്രെഡിറ്റേഴ്സ് ബാങ്ക്സ് യൂസ് ടു ഫൈൻഡ് റേഷ്യോസ് ഫോർ ലോങ് ടേം സോൾവൻസി. അതേപോലെ ഷോർട്ട് ടേം മാത്രമല്ല ബാങ്ക് ഉപയോഗിച്ച് നമ്മൾ അസറ്റ്സ് ഒക്കെ വിലയിരുത്തി നോക്കും. ഇപ്പോൾ ഒരു 10 കോടി 1 കോടി രൂപ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് യൂസ് എന്നാണ് ഫുള്ള് പറഞ്ഞത് അല്ലേ, യൂസ് റേഷ്യോസ് ടു ഫൈൻഡ് ലോങ് ടേം ഏണിംഗ് പവർ അല്ലെങ്കിൽ ഏണിംഗ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയാം. അപ്പോൾ അതിനകത്ത് നമ്മൾ റേഷ്യോനകത്ത് ഒരു സാധനം പഠിക്കും, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്നൊക്കെ പറഞ്ഞ സാധനം പഠിക്കും. ഓക്കെ, അപ്പോൾ ഇച്ചിരി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാവും. ഇത് തിയറിറ്റിക്കൽ ഒന്ന് കേട്ടിരുന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓർത്തിരുന്നുള്ളത്. ഓക്കെ, റേഷ്യോസ് ക്യാൻ ബി യൂസ്ഡ് എന്തിനാണ്, ടു കമ്പയർ വിത്ത് ദ പാസ്റ്റ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. രണ്ടാമത്തെ ടു കമ്പയർ വിത്ത് അതർ കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ഓർ ഇൻഡസ്ട്രിയൽ ആവറേജ് കണ്ടെത്താൻ വേണ്ടി. തേർഡ്, ടു കമ്പയർ എ സിംഗിൾ കമ്പനി യൂസിങ് പ്രീവിയസ് ഇയർ റേഷ്യോസ് ട്രെൻഡ്. വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ബേസ് വെച്ച് നമ്മൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നമ്മൾ ട്രെൻഡ് നോക്കും, നമ്മുടെ കയറുന്നുണ്ടോ, കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിക്ക് എത്ര മാറ്റം ഉണ്ടായി, ഇത്രമാത്രം വ്യത്യാസമുണ്ടോ, എമൗണ്ട് വെച്ചിട്ട് മാറ്റമില്ലെന്ന് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യുന്നത്, ശതമാനം കാണണം അല്ലെങ്കിൽ റേഷ്യോ കാണണം, എന്നാലേ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇനി നോട്ട്സ്, ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്. നമ്മൾ ഫിനാൻഷ്യൽ റേഷ്യോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് ചെയ്യുമ്പം ഇച്ചിരി നോട്ട് ചെയ്യേണ്ട 2-3 പോയിന്റ്സ് ആണ്. ഇത് റൂൾസ് ആണ് ആക്ച്വലി. ഓക്കെ, 2 rules should be followed when calculating ratios, which includes both balance sheet and income statement. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് വൺ, ആവറേജ് ബാലൻസ് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലോസിംഗ് ബാലൻസ്. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയറും അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തരും. അപ്പം നമ്മളോട് പറയുന്നത് എന്താ, ക്ലോസിംഗ് ബാലൻസ് ചാടി എടുക്കല്, എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിങ്ങിനെയും ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ക്ലോസിംഗ് ബാലൻസ്, അങ്ങനെയാണ് ആവറേജ് കണ്ടെത്തുന്നത് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ റൂൾ പ്രകാരം നമ്മൾ പറയുന്നതാണ്. ഇനി സെക്കൻഡ്, ഇഫ് ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റം ഈസ് ലെസ് ദാൻ 1, ഞാൻ പറഞ്ഞ പീരീഡ്, അത് പീരീഡ് കോസ്റ്റ് അല്ലേ, നമുക്ക് ഒരു സ്പെസിഫിക് ആയ പീരീഡ്, ഇപ്പം ഒരു മാസത്തേക്കാണ് നമ്മളൊരു ഇൻകം നമുക്ക് കിട്ടിയൊരു എക്സ്പെൻസോ അല്ലെങ്കിൽ റെൻറ്റ്, ഈ കേസിലൊക്കെ റെൻറ്റ് എടുക്കാം, നമുക്ക് കിട്ടിയ റെൻറ്റ് ഈ കേസിൽ എങ്ങനെ പറയുന്നത് വെച്ചാൽ ഒരു മാസത്തെ റെൻറ്റ് ഒരു 15 രൂപയെന്ന് വെച്ചോ. അപ്പോൾ നമ്മളോട് എക്സ്പെഷ്യലി പറഞ്ഞിട്ടൊന്നുമില്ല ഒരു വർഷം ഇത്രയാണ്, നമ്മളോട് പക്ഷേ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും പറയാമെന്ന് വെച്ചോ, നമുക്ക് ഒരു മാസത്തെ റെൻറ്റിൻ്റെ മാത്രം അറിയാം. അപ്പം നമ്മളെന്താ ഈ ഒരു വർഷം ചെയ്യുമ്പോഴത്തേക്കും അറിയാതെ ഈ 15,000 ഇട്ട് കൊടുക്കും. പക്ഷേ 15,000 ഒരു മാസത്തെയാണ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞത് ഒരു വർഷത്തെ ആണെങ്കിൽ ഇൻറ്റു 12 ചെയ്തിട്ട് നമ്മൾ ഒരു വർഷത്തെ കണ്ടെത്തണം.
അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ ചിലപ്പം ഒരു 1000 രൂപ തന്നിരിക്കുന്നത് വെച്ചാൽ ഒരു ദിവസത്തെ ആണെങ്കിൽ ഇൻറ്റു 365 ചെയ്യണം. ഒരു വർഷത്തേക്ക് ആനുവലൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടോ. ഇഫ് ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റം ഈസ് ലെസ് ദാൻ 1 year ഇറ്റ് ഷുഡ് ബി ആനുവലൈസ്ഡ് എന്ന് വെച്ചാൽ 365 ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ആക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മളിനി ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിലോട്ട് പോകണ്ട, ഇത് ജസ്റ്റ് ഒന്ന് എന്തോ എഴുതി വെക്കുക. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോണം. കാരണം പരീക്ഷയ്ക്ക് മിക്ക പ്രാവശ്യം തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ആൾക്കാരൊന്നിലെ ആവറേജ് എടുക്കത്തില്ല, അല്ലെങ്കിൽ ആനുവലൈസ് ചെയ്യാൻ മറന്നു. ചിലപ്പോൾ ക്വാർട്ടറിൽ വരുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല, വലിയൊരു തുക ആണല്ലോ എടുത്തിടും. ഓക്കെ, അപ്പം എത്ര ക്വാർട്ടറൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തി പഠിച്ചോണം കേട്ടോ. ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ടെന്ന് കണ്ടെത്തി പറഞ്ഞോളാം എന്നോട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ ഫോർ ലിസണിങ്. താങ്ക് യു.